പടയണി കൊണ്ട് പേരുകേട്ട നീലംപേരൂരിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായ ശ്രീ PN പണിക്കർ ജനിച്ചത്. ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഇവിടെ തന്നെയാണ് അദ്ദേഹം ആദ്യമായി ഒരു വായനശാല സ്ഥാപിച്ചത്. സനാതനധർമ്മ വായനശാല എന്ന ഈ സ്ഥാപനം ഇന്നും ഈ നാട്ടിലുണ്ട്. 10,000-ഓളം പുസ്തകങ്ങളും 400-ഓളം അംഗങ്ങളുമുള്ള ഈ ഗ്രാമീണ വായനശാല ഈ നാടിന്റെ തിലകക്കുറിയാണ്. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, വായനയാൽ ഒത്തുചേർന്നു പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. ഇരുളു വീണ വഴികളിൽ തെളിച്ചമേകിടാൻ, വായനയാൽ തിരികൊളുത്തി വെളിച്ചമായിടാൻ. അറിവുകളെ ചിറകുകളായി മാറ്റിടാം, അറിവുകളെ ചിറകുകളായി മാറ്റിടാം. സ്നേഹം നിറഞ്ഞുള്ള തൊട്ട് പാട്ട് പാടിടാം, സ്നേഹം നിറഞ്ഞുള്ള തൊട്ട് പാട്ട് പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. ഗ്രന്ഥശാല നാടിനായി വെളിച്ചമേകിടാൻ, PN പണിക്കരിവിടെ ചരിതമോദിയോർ. ഗ്രന്ഥശാല നാടിനായി വെളിച്ചമേകിടാൻ, PN പണിക്കരിവിടെ ചരിതമോദിയോർ. അറിവിനാലുദിച്ചുയർന്നു പാരിടാൻ, അറിവിനാലുദിച്ചുയർന്നു പാടിടാൻ. പുസ്തകങ്ങളാൽ നമുക്ക് കൂട്ടുകൂടിടാം, പുസ്തകങ്ങളാൽ നമുക്ക് കൂട്ടുകൂടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ, അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, വായനയാൽ ഒത്തുചേർന്നു പാടിടാം. വായനാദിനം
ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. അയാൾക്ക് ഭംഗിയുള്ളൊരു താറാവുണ്ടായിരുന്നു. ആ കൃഷിക്കാരന് ജീവിച്ചിരുന്നത് ആ താറാവിന്റെ മുട്ട വിൽക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം കൃഷിക്കാരന് മരത്തിന്റെ സഹായം. ഒരിക്കലൊരു കാട്ടിലൂടെ ഒരു മരം വെട്ടുകാരൻ നടന്നു പോവുകയായിരുന്നു. പോണ സമയത്ത് ഒരു മരത്തിനോട് ചോദിച്ചു, ഏയ് മരം, നിന്റെ ഒരു ചില്ല എനിക്ക് തരാമോ? മരം ഉടനെ ഒരു ചില്ലയൊടിച്ച് അയാൾക്ക് കൊടുത്തു. അയാളുടെ കയ്യിൽ ഒരു കോടാലി ഉണ്ടായിരുന്നു. കോടാലിക്ക് പിടിയിടാനാണ് മരത്തിന്റെ ചില്ല കൊടുത്തത്. പറയാൻ പോണ കഥേന്റെ പേരെന്തറിയുമോ? കുറുക്കന്റെ ബുദ്ധി. എന്താണ് കുറുക്കന്റെ ബുദ്ധി? ഈ കഥയില് ഒരു കുറുക്കനുണ്ട്, ഒരു കാക്കയുണ്ട്. ആരൊക്കെയുള്ളത്? ഒരു കുറുക്കനും ഒരു കാക്കയും. അപ്പൊ കഥ പറയാം കേട്ടോ. ഒരു ദിവസം ഒരു കുറുക്കന് കാട്ടിലൂടെ അങ്ങനെ നടക്കും, വിശന്ന് നടക്കുക കേട്ടോ. കൊറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറുക്കൻ. ബുദ്ധിമാനായ കാക്ക. ബുദ്ധിമാനായ കാക്ക. ഒരു ദിവസം ഒരു കാക്ക ദാഹിച്ചു പറന്നു വരികയായിരുന്നു. അപ്പോൾ ദൂരെ ഒരു പറയുന്ന കഥയുടെ പേരാണ് കൂട്ടുകാർ വന്നല്ലോ. ഒരു പൂന്തോട്ടത്തിൽ ഒരു പാവം ചെടി ഉണ്ടായിരുന്നു. ആ ചെടിക്ക് കളിക്കാൻ ആരുമില്ല. അങ്ങനെ ആ ചെടി സങ്കടം. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ. വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായി